ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇത്രയധികം കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും അവഹേളനങ്ങളും സഹിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവും ഉണ്ടായിരിക്കില്ല. ഒരു കാലത്ത് പപ്പു എന്ന സംഘികളും കമ്മികളും രഹസ്യമായി കോൺഗ്രസുകാർ വരെ കളിയാക്കി വിളിച്ച ആൾ ഇന്ന് ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായി മാറുകയാണ്. UPA സർക്കാരിന് ഭരണം നഷ്ടപ്പെടുന്നത് 2014 അന്ന് കോൺഗ്രസിന്റെ അമരത്ത് ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയായിരുന്നു. രാഹുലിന് അന്ന് പ്രായം 44. തുടർച്ചയായ 10 വർഷത്തെ ഭരണത്തിന് ശേഷമായിരുന്നു കോൺഗ്രസ് പ്രധാന എതിരാളികളായ BJPയോട് ഏറ്റുമുട്ടിയത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിദയനീയമായി പരാജയപ്പെട്ടു. കോൺഗ്രസിന് അന്ന് ലഭിച്ച സീറ്റുകളുടെ എണ്ണവും രാഹുൽ ഗാന്ധിയുടെ പ്രായവും ഒന്നായിരുന്നു, 44. കോൺഗ്രസിന് രാഹുലിന്റെ പ്രായത്തിന്റെ അത്ര പോലും സീറ്റ് ലഭിക്കുമോ എന്ന് എനിക്ക് സംശയമാണ് എന്ന് ഇത്തവണയും മോദി ഇലക്ഷൻ പ്രചാരണ വേളയിൽ പ്രസംഗിച്ചത് പണ്ടത്തെ ആ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചായിരുന്നു. 2017 കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം സോണിയാഗാന്ധിയിൽ നിന്നും ഏറ്റെടുത്ത രാഹുൽ 2019 തെരഞ്ഞെടുപ്പിലും മോദിയുടെ BJPക്കെതിരെ ശക്തമായി തന്നെ പോരാടി. 2014 അപേക്ഷിച്ച് അല്പം കൂടി മെച്ചോർഡായ ഒരു രാഹുലിനെ ആയിരുന്നു അന്ന് ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടത്. രാജ്യത്തെ ജനാധിപത്യ മോഹികളും മതേതരവാദികളും രാഹുലിന് പിന്നിൽ അണിനിരന്നെങ്കിലും പക്ഷേ വീണ്ടും തോൽവി തന്നെയായിരുന്നു ഫലം. 2014 അപേക്ഷിച്ച് ലഭിച്ച സീറ്റുകളുടെ എണ്ണത്തിൽ വർധന വെറും 8. 5 വയസ്സ് രാഹുലിന് കൂടിയപ്പോൾ 8 സീറ്റ് കോൺഗ്രസിനും കൂടി. പപ്പു എന്ന മോദി അടക്കമുള്ള നേതാക്കൾ അയാളെ വീണ്ടും കളിയാക്കി തുടങ്ങി. തൻ്റെ യൗവനം പാഴായി പോവുകയാണെന്നും ഒരു അവസരം എനിക്ക് തരുമോ എന്നും എനിക്ക് ഈ രാജ്യത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആകുമെന്നും അയാൾ പല ആവർത്തി ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞു. പക്ഷേ മോദിയുടെ പപ്പുവിളികളിൽ കൂടെ ചേരുകയായിരുന്നു അവർ ചെയ്തത്. മാത്രമല്ല കോൺഗ്രസിൽ നിന്നും ദിനംതോറും മുതിർന്ന നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്കും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ച് കോൺഗ്രസിനെ തന്നെ ചതിച്ച് മറുകണ്ഠം ചാടുന്ന MLA മാരെയുമൊക്കെ കണ്ട് മനമടുത്ത് അയാൾ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം തന്നെ രാജിവെച്ചു. പലരും പല വഴിക്കും രാഹുലിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. പക്ഷേ അപ്പോഴും മോദി ഷാ അച്ചുതണ്ടിൽ ഏകാധിപതികളായി ജനങ്ങളെ വിഡ്ഢികളാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPക്കെതിരെ അയാൾ തൻ്റെ ഒറ്റയാൾ പോരാട്ടം തുടരുന്നുണ്ടായിരുന്നു. ഇന്ത്യയെ അറിയാൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അയാൾ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ ആയിരുന്നു സ്ഥാനം പിടിച്ചത്. പക്ഷേ അധികാരക്കൊതിയന്മാരായ കോൺഗ്രസ് താപാനകളെ വെച്ച് മോദി എന്ന വൻമരത്തിന് നേരെ പോരാടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ രാഹുൽ തൻ്റെ കളം പതുക്കെ ഒന്ന് മാറ്റി ചവിട്ടി. ഇന്ത്യയിൽ പ്രഗത്ഭരായ മോദി വിരുദ്ധരെ ഒപ്പം കൂട്ടാൻ അദ്ദേഹം എടുത്ത ആ തീരുമാനം ഇന്ത്യ എന്ന മുന്നണിയുടെ രൂപീകരണത്തിന് തന്നെ കാരണമായി. സ്റ്റാലിനും മമതയും കെജ്രിവാളും മോദിക്കെതിരെ ആഞ്ഞടിക്കുന്ന നട്ടെല്ലുള്ള ആ നേതാക്കൾ രാഹുലിനോട് കൈകോർത്തപ്പോഴും ഉള്ളിലെ ഭയം പുറത്തു കാണിക്കാതെ മോദി ഷാ കൂട്ടുകെട്ട് പുച്ഛിച്ചു. ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ആയപ്പോൾ കണ്ടവരെയെല്ലാം കൂട്ടുപിടിച്ച് വന്നിരിക്കുന്നു. ഒടുവിൽ ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നിലവിൽ വന്നു. കർണാടകയിൽ കിട്ടിയ വിജയത്തിന്റെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എങ്കിലും BJPയുടെ രോമത്തിൽ പോലും തൊടാനാകാതെ ഇന്ത്യ മുന്നണി നിലം പരിശാകുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നതാണ് നമ്മൾ കണ്ടത്. നോർത്തിലെ ഗോദി മീഡിയ പോലും മോദിയുടെ വീഴ്ചയ്ക്കുള്ള ഒരു ചെറിയ സൂചന നൽകിക്കൊണ്ടിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുമെന്ന് വരെ പ്രവചിച്ചു തുടങ്ങിയതോടെ എല്ലാവരിലും ആവേശം കയറി. എന്നാൽ റിസൾട്ട് വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വന്ന എക്സിറ്റ് പോൾ ആ പ്രതീക്ഷകളെല്ലാം തച്ചുടച്ച് BJPയുടെ പതനം ആഗ്രഹിച്ച എല്ലാവരെയും നിരാശരാക്കി. പക്ഷേ അപ്പോഴും രാഹുലിന് തികഞ്ഞ പ്രതീക്ഷയായിരുന്നു. എക്സിറ്റ് പോളിനെ കുറിച്ച് ചോദിച്ച രാഹുൽ പറഞ്ഞത് അത് എക്സിറ്റ് പോൾ അല്ല, മോദി പോൾ ആണെന്നായിരുന്നു. एग्जिट पोल नहीं है, इसका नाम मोदी मीडिया पोल है. ये मोदी जी का पोल है, फैंटेसी पोल है उनका. थैंक यू. മുങ്ങാൻ പോകുന്ന കപ്പലിൽ ഇരുന്നു കൊണ്ടുള്ള കപ്പിത്താന്റെ ആത്മവിശ്വാസം കൊള്ളാമെന്നായിരുന്നു രാഹുലിന് അതിനുള്ള BJP പ്രവർത്തകരുടെ മറുപടി. ഇത്ര വലിയ ഒരു ദുരന്തം മുന്നിൽ നിൽക്കുമ്പോഴും ഇങ്ങനെ പറയാനുള്ള ഇയാളുടെ ആത്മവിശ്വാസമാണ് BJPയുടെ കരുത്തെന്നും പപ്പുവാണ് BJPയുടെ ഐശ്വര്യമെന്നും കോൺഗ്രസിന്റെ തലപ്പത്ത് പപ്പു തന്നെ തുടരണമെന്നും അവർ കളിയാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ ജൂൺ 4 രാവിലെ 8 മണി മുതൽ വോട്ട് എണ്ണിത്തുടങ്ങിയതോടെ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല എന്ന സൂചന നൽകി തുടങ്ങി.
തുടക്കത്തിൽ ഇരുപക്ഷത്തേക്കും മാറിമറിഞ്ഞ ലീഡ് പിന്നീട് ചില സമയങ്ങളിൽ ഇന്ത്യ മുന്നണി മുന്നിൽ എത്തുന്നതിൽ വരെ കലാശിച്ചു. ഒടുവിലത്തെ ഫലം വരുമ്പോൾ BJPയെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിന് വിടാതെ ഇന്ത്യ മുന്നണി പിടിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റും ഈ സാധു മനുഷ്യന് ഉള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇത്രയധികം കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും അവഹേളനങ്ങളും സഹിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവും ഉണ്ടായിരിക്കില്ല. ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്ത് എന്ന് പറയുന്നത് പോലെ അമേത്തിയിലെ വിജയം രാഹുലിന് മേലെ കുതിര കയറാനുള്ള അവസരമായി സ്മൃതി ഇറാനി ഉപയോഗപ്പെടുത്തിയപ്പോഴും ആ മനുഷ്യൻ മൗനം പാലിച്ചു. രാഷ്ട്രീയ മര്യാദ പോലും കാറ്റിൽ പറത്തി അഹങ്കാരത്തോടെയും പരിഹാസത്തോടെയും പല അവസരങ്ങളിൽ രാഹുലിന് നേരെ കലിതുള്ളിയ സ്മൃതിയെ ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ള ഒരാളെ ആദ്യമായി അമേത്തിയിൽ കൊണ്ടുവന്ന് തറ പറ്റിച്ചപ്പോൾ മോദിക്കും അമിത്ഷായ്ക്കും ഒരു കാര്യം മനസ്സിലായി. ഇന്നലെ ഞങ്ങൾ കളിയാക്കിയ രാഹുൽ അല്ല ഇത്, ഇയാളെ ഭയക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതും NDA ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം പൂട്ടാൻ നോക്കുക രാഹുലിനെ തന്നെയായിരിക്കും. ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ആദ്യം പറഞ്ഞത് ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടം ഇനിയും തുടരും എന്നായിരുന്നു. ഒരു കാലത്ത് പപ്പു എന്ന സംഘികളും കമ്മികളും രഹസ്യമായി കോൺഗ്രസുകാർ വരെ കളിയാക്കി വിളിച്ച ആൾ ഇന്ന് ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയായി മാറുകയാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഐക്യത്തെയും താറുമാറാക്കി വർഗീയതയുടെ വിഷവിത്ത് പാകാൻ ഒരുങ്ങുന്ന കരുത്തരായ ശത്രുക്കൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്താൻ അയാൾ മനസ്സും ശരീരവും ഇതിനോടകം തന്നെ സജ്ജമാക്കി കഴിഞ്ഞു. പപ്പു എന്ന നാമത്തിൽ നിന്നും ഒരു യഥാർത്ഥ പാട്രിയറ്റിലേക്കുള്ള പ്രയാണമായിരുന്നു അത്. ഫ്രം പപ്പു ടു ദ റിയൽ പാട്രിയറ്റ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.